ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഈവനിങ് സ്നാക്ക് എന്താണെന്ന് നോക്കാം. മോമോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, എഗ് മോമോസ്. പിന്നെ എൻ്റെ ഈ വീഡിയോ പറഞ്ഞ എല്ലാവരും എനിക്ക് വേണ്ടി ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിഞ്ഞ് പോയത് എനിക്കറിയാം, കുറേ തെറ്റുകളുണ്ടെന്ന് അറിയാം. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ്, തക്കാളി, പച്ചമുളക് ആകെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ കാരണം ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇവിടെ കുട്ടികളുള്ള കാരണം അങ്ങനെ അധികം എരിവൊന്നും ചേർക്കില്ല. പിന്നെ എടുത്തേക്കണത് മൈദയാണ്. എൻ്റെ ഒരു അളവനുസരിച്ച് ഞാൻ എടുത്തത്, നിങ്ങളുടെ അനുസരിച്ച് എടുത്തോ. മൈദ, പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട്, പിന്നെ ഇത്തിരി ഓയിലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളമോട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ ഗ്യാസ് എത്തിച്ച് ചട്ടി വെച്ച് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച്, പിന്നെ ഈ അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റും പച്ചമുളകും തക്കാളിയും ഒക്കെ ഇട്ട് നന്നായി ഇത്തിരി ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം നന്നായിട്ട് വാടിയിട്ടുണ്ട്. വാടി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ ഇത്തിരി ഉപ്പ് നോക്കിയിട്ട്, പിന്നെ ഇത്തിരി കുരുമുളക് പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു സൈഡിലേക്ക് നന്നായിട്ട് വാടിക്കിട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തേക്കണം. അത് നിങ്ങളുടെ അനുസരിച്ച് എടുത്തോ. നിങ്ങളുടെ വീട്ടിലെ ആളുകളനുസരിച്ച് 3 മുട്ടയൊക്കെ എടുത്ത് നന്നായിട്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സാക്കിയെടുത്ത് ചിക്കിയ പോലെ ആക്കിയെടുത്ത്, എന്നിട്ട് ഇതും കൂടി രണ്ട് മിക്സാക്കി എടുത്തു. പിന്നെ മൈദ പരത്തി റൗണ്ട് ഷേപ്പ് കിട്ടിയില്ല. പിന്നെ മറ്റേ മോമോസിൻ്റെ മറ്റേ മേക്കറുണ്ട്, ഇത് അതിലേക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഫില്ലിങ് ചേർത്തേക്കണത്. എന്നിട്ട് പിന്നെ ആ ഷേപ്പിൽ അത് വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതാവുമല്ലോ, ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. കണ്ട എന്ത് ഭംഗിയാണല്ലേ കാണാൻ. ഞാൻ ഉണ്ടാക്കിയതല്ല, കൈ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ആ ഷേപ്പർ ഉണ്ടല്ലോ, അതും വെച്ച് ചെയ്തതാണ് മോമോസിൻ്റെ. ഉണ്ടോ, ഇതാണത്. അങ്ങനെ എന്നിട്ട് നമ്മൾ മറ്റേ ഇഡ്ഡലി വെക്കണ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ആവി വരാൻ തിളക്കാനൊന്ന് വെക്കാം. എന്നിട്ടത് ആവി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് അതിലേക്ക് വെച്ച് മോമോസും 2 ഷേപ്പിലുള്ളതും എടുത്ത് വെച്ച്, എന്നിട്ട് പിന്നെ കുറച്ച് നേരം നമ്മൾ 10-15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് ഞാൻ തൊട്ട് നോക്കിയായിരുന്നു. അപ്പോൾ വെന്തൊക്കെ ഉണ്ട്. പിന്നെ ഗ്യാസ് ഓഫാക്കി പിന്നെ അതൊക്കെ എടുത്ത്. ഇതാണ് എൻ്റെ മോമോസ്.